ഈ ഗെയിം എന്ന് പറഞ്ഞാൽ മണിക്കുളന്ത് കവത്തിലെ മാറ്റി പിടിച്ച് എപ്പിസ്താസുമാക്കി രസം മല്ലേ ചമാക്കിറങ്ങ അപ്പിസ്താസുമാക്കി രസം മല്ലേ ചമാക്കിറങ്ങ. ഓ രാവിലെ തന്നെ തുടങ്ങിയല്ലേ ഈ ഷിൻചാന്റെ കാളരാഗം. ഓ 2 സ്പീക്കറാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന് മേടിച്ച് വെച്ചുള്ളൂ. അപ്പൊ തന്നെ തുടങ്ങി അവന്റെ കാളരാഗവും പാട്ടും ഡാൻസ് എല്ലാം. എടാ ഷിൻചാനെ, എടാ എന്ത് ഭാവിച്ചാണ് ഈ പാട്ടൊക്കെ രാവിലെ? നിനക്ക് അയ്യോ അല്ലോ വെള്ളത്തിൽ പോയില്ല, അയ്യോ ഇവന്റെ പാട്ടും കേട്ട് വന്നതാ. എടാ ഷിൻചാനെ, എന്താ ഫ്രാങ്കിൽ നീ വെള്ളത്തിലൊക്കെ വീണത്? എന്റെ പാട്ടും ഡാൻസും കണ്ട് മയങ്ങി വെള്ളത്തിലൊക്കെ വീണ് പോയോ? മയങ്ങി വെള്ളത്തിൽ വീണെന്നാ? എടാ നിന്റെ പാട്ടും ഡാൻസും കേട്ട് മയങ്ങി വീണേക്കാൾ നല്ലത് നിന്റെ ഈ മൂത്രക്കൊളയില്ലേ, നീ മൂത്രം ഒഴിക്കണ ഈ മൂത്രപ്പുളി മുങ്ങിച്ചാവണയാണ് അതിനെക്കാളും ഭേദം. എടാ എന്താടാ നീ എന്താ ഈ ഡാൻസ് കളിച്ചിരിക്കണത്? ഓ ഡാൻസ് കളിച്ചിരിക്കണ പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഡാൻസ് കളിക്കണക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യം വേണോ? ഫ്രിങ്കാരിയം ഫ്രാങ്കിലെ ചിഞ്ചാരേൽപ്പാ ഫ്രിങ്കാരിയമായി പോയി ഫ്രാങ്കിലിന്. അവന്നല്ലോ ഫീലിങ്സ് സ്വർണ്ണ വണ്ടി പോകുമ്പോ എനിക്കൊരു ഫീലിങ്സ്. സ്വർണവും പണമായിട്ടുള്ള വലിയൊരു ലക്ഷറി വണ്ടി. എടാ ഫ്രാങ്ക്ലിനെ മോനെ, എടാ നിന്നെ കാണാൻ ഞാനായി ഈ ചിങ്കസാറ് വന്നത്. ഈ വണ്ടി നീ കണ്ടോടാ മോനെ? ഹേ ഹേ ഹേ. എടാ പൈസകൾ, ലക്ഷങ്ങൾ, കോടികൾ. നിങ്ങൾ ഈ വണ്ടി കണ്ടോ? ഈ വണ്ടി നിറച്ച് പൈസയാണ്. പൈസകളുടെ വണ്ടി, ലക്ഷങ്ങൾ, കോടികൾ. ഈ വണ്ടി പൊട്ട വണ്ടിയൊക്കെ ഇനി മാറ്റണം. ഇതിന്റെ പൊക്കത്ത് കണ്ടോ നിറച്ച് സ്വർണ്ണക്കെട്ടുകളാ, സ്വർണ്ണക്കെട്ടുകൾ. എടാ ഷിൻചാനെ, എടാ ഫ്രാങ്ക്ലിനെ, എടാ മക്കളെ, നിങ്ങൾ എവിടെയാടാ? ചിങ്കസാറ് വന്നടാ. കണ്ണ ഈ ചില്ലിങ് ആണോടാ നിങ്ങൾ എല്ലാരും? ഓ ബന്തല്ലോ ഫീലിങ്സ്, ബന്തല്ലോ ഫീലിങ്സ്. ഡാൻസ് കളിയടാ മക്കളെ, ഡാൻസ് കളി. യോ ചിങ്കസാറേ ഞങ്ങളുടെ കൂടെ ഡാൻസ് ചിങ്കസാറേ. കിരിലം പാട്ട് സുർഗിരിക മെടം മൂടെ മണിക്കുളന്ത്. ഓ എന്താ ചിങ്കസാറേ രാവിലെ തന്നെ വന്നത്? ഞാൻ ദേ ഡോറിമോനും നമ്മുടെ ഷിൻചാനൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയോട് ചെറുതായിട്ട് ചില്ല് ചെയ്തൊക്കെ ഇരിക്കുകയായിരുന്നു. ചുമ്മാ ബോറടിച്ചിരിക്കുന്ന ദിവസം. എന്താ ചിങ്കസാറേ എന്തെങ്കിലും പരിപാടി ഉണ്ടാ? എടാ പരിപാടി ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പരിപാടിയുണ്ട്, ഒരു യമന്തം പരിപാടി. നിങ്ങൾ എന്റെ കൂടെ അത് പൊക്കത്തേക്ക് വരൂ. പൊക്കത്തേക്ക് വന്ന സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചിങ്കസാറേ ഇതെന്താ ചിങ്കസാറേ? സ്വർണ്ണ കട്ടികളും പൈസന്റെ കെട്ടുകളുള്ളൊരു ലോറിയോ? ഇതെന്താ ചിങ്കസാറേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കഥ ഇതെന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നറിയാവോ? ഇത് നിങ്ങളിൽ 3 പേരിൽ ഒരാൾക്കുള്ളൊരു സമ്മാനമാണ്, ഒരാൾക്കുള്ളൊരു പ്രൈസാണ്. അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ചിങ്കസാറേ ഞങ്ങൾ ഒരാൾക്കുള്ള പ്രൈസാ? എന്തിന്? ഞങ്ങൾ ഒരു മത്സരം അറ്റൻഡ് ചെയ്തില്ലല്ലോ, പിന്നെ എന്ത് പ്രൈസ് ചിങ്കസാറേ? ഫ്രാങ്ക്ലിൻ കണ്ണൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഒരു മത്സരം അറ്റൻഡ് ചെയ്യാതെ എങ്ങനെയാണ് ഇത്രയും പ്രൈസ് കിട്ടുന്നതെന്ന്. പക്ഷേ വെറുതെ കിട്ടിയാൽ അതിനൊരു സുഖമില്ലല്ലോ. ഒരു ചെറിയൊരു മത്സരമുണ്ട്, ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ ഒരു മത്സരം. ആ മത്സരത്തിന് എല്ലാരും റെഡിയല്ലേടാ? ഷിൻചാനെ, ഡോറിമോനെ, നിങ്ങളൊക്കെ റെഡിയല്ലേടാ പിള്ളേരെ? ഓ ചിങ്കസാറേ റെഡിയാണ്. ഞങ്ങള് റെഡിയാണ്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ മത്സരം എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ റെഡിയാണ് ചിങ്കസാറേ. എന്താണ് മത്സരം എന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞേരടാ പിള്ളേരെ. നിങ്ങൾ എല്ലാരും വണ്ടി പുറകിലേക്ക് കേറിയോ? നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ ചിങ്കസാറേ, ഓക്കെ. ഞങ്ങളെന്താ വണ്ടിന്റെ പുറകിലിട്ട് കേറാം. എല്ലാരെയും കൊണ്ട് നമ്മുടെ മത്സര സ്ഥലത്തേക്ക് കൊണ്ടെത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മത്സര സ്ഥലം. നിങ്ങൾ ആരെയും സ്ഥലം കണ്ടു കാണില്ല. ഇത് സിറ്റിയിലൊരു ഡാമാണ്. ആ ഡാമിന്റെ അവിടത്തെ ഒരു സ്ഥലമാണ്. ഓ ഈ വണ്ടി ഇതിന്റെ അടിയിൽ കൂടി പോവോ? ഇതിന്റെ അടിയിൽ കൂടി പോയില്ല. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഈ സ്ഥലം ചുറ്റി അങ്ങോട്ട് പോവാൻ കഴിയും. ഈ സ്ഥലം ചുറ്റി
ഈ സ്ഥലം ചുറ്റി നമുക്ക് അപ്പുറത്തേക്ക് പോവാ. അങ്ങനെ ഈ സ്ഥലം ചുറ്റി മുഴുവൻ ചുറ്റി നമ്മൾ ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ വന്നേക്കണത് ഒരു സീക്രട്ട് സ്ഥലത്താണ്. ഒരു സീക്രട്ട് സ്ഥലം. താഴത്തേട്ട് ഇറങ്ങട്ടെ. ഇവിടെയാണ് നമ്മള് മത്സരം നടക്കാൻ വേണ്ടി പോണത്. ഈ സ്ക്വിഡ് ഗെയിം ഒക്കെ കളിക്കുന്ന പോലെ ഒരു സീക്രട്ട് ഏരിയ. അതും പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇങ്ങോട്ടൊരു മനുഷ്യനും വരത്തില്ല. ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയിടാം. എടാ മക്കളെ, നിങ്ങളെല്ലാരും ഇറങ്ങടാ. ചിങ്കസാറ് സ്ഥലത്തെത്തി. എടാ ഫ്രാങ്ക്ലിനെ, ഡോറിമോനെ, നൊബിത ഇല്ലല്ലോ. ഷിൻജാനെ, ഇറങ്ങി വാ. ചിങ്ക സാറേ, ഞങ്ങൾ ഈ സ്ഥലത്തെത്തി. ഇതേത് ഈ സ്ഥലം? ഞാൻ വണ്ടിയിൽ ഇറങ്ങിയപ്പോ കണ്ട സ്ഥലം ഇതാണ്. ഒരു അൺനോൺ ഏരിയ ആണല്ലോ. ഫ്രാങ്ക്ലി, ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് വന്നത്. ഗൈസ്, നിങ്ങൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടോ? പക്ഷെ ഞാൻ പണ്ട് എപ്പോഴും ഈ സ്ഥലത്ത് വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതേത് ഈ സ്ഥലം? ഇത് ഡാമിന്റെ സ്ഥലത്തുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഭയങ്കര ആഴമാണ്. ഇവിടുത്തെ വെള്ളത്തില് കടലിനേക്കാളും ആഴമാണ്. ചിങ്ക സാറേ, എന്തിനാ ചിങ്ക സാറേ ഇങ്ങോട്ട് വന്നത്? കണ്ണ അതൊക്കെ പറയാ കണ്ണ. നീ ആ ഫ്രാങ്കിൽ അവിടെ പോയി നിക്ക്. ഇനിയാണ് മത്സരത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഓക്കെ ചിങ്ക സാറേ, ഓക്കെ. ഇവിടെ പോയി നിക്കാം. എന്തോ കാര്യം പറയാനുണ്ട്. ഇവിടെ ഇങ്ങനെ നിക്കാം. ചിങ്ക സാറേ, പറഞ്ഞോ. കണ്ണ ഗെയിമിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ അണ്ടർ വാട്ടർ ഗെയിമാണ്. ഈ ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പറയാം. ഈ ഗെയിമിൽ മത്സരിക്കാനുള്ളത് നിങ്ങൾ 3 പേരും മാത്രമാണ്. ഷിൻജാനും ഫ്രാങ്ക്ലിനും ഡോറിമോനും. ഇതിന്റെ മത്സരങ്ങൾ നടക്കാൻ പോകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആലിമെ നൊബിത എന്ന് ഈ വൃത്തിയുടെ പേരാണല്ലോ എപ്പോഴും വായിക്കേറി വരുന്നത്. ഷിൻജാൻ നേരെ പോയി ഈ വെള്ളത്തിൽ ചാടണം. അണ്ടർ വാട്ടറില് എത്രയോ നേരം നീ നിൽക്കുന്നു. ഇപ്പൊ നീ 5 മിനിറ്റ് ഈ വെള്ളത്തിൽ നിന്നാൽ നിനക്ക് 5 മിനിറ്റ് ആയും നിന്റെ പോയിന്റ്. ഫ്രാങ്ക്ലിൻ പോയി 10 മിനിറ്റ് നിന്നാൽ ഫ്രാങ്കലിനെ പോയി 10 മിനിറ്റ് ആവും. ആ സമയത്ത് ഡോറിമോൻ പോയി 1 മണിക്കൂർ വെള്ളത്തിൽ മുങ്ങി നിന്ന് കഴിഞ്ഞാൽ ഡോറിമോന്റെ പോയിന്റ് 1 മണിക്കൂറായിരിക്കും. അപ്പൊ വിന്നർ ആരാണ് കേസ്? നിങ്ങൾ പറ. അങ്ങനെ വന്നാൽ ആരാണ് വിന്നർ? നമ്മുടെ ഡോറിമോൻ. മനസ്സിലായോ? അപ്പൊ കളി എന്താന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ നേരം ഈ വെള്ളത്തിൽ ആരാണ് മുങ്ങി നിൽക്കുന്നത് അയാള് ജയിച്ച്. മനസ്സിലായോ? അപ്പൊ ഈ മത്സരം നടക്കാൻ പോണ ഒറ്റയ്ക്കല്ല, 3 പേര് ഒരുമിച്ച് തന്നെ മുങ്ങും. അതാണ് മത്സരം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വെക്കാം. ഏതാണ് വേണ്ടത്? ചിങ്ക സാറേ, അങ്ങനെയാണെങ്കിലേ ഞങ്ങള് 3 പേരും ഒരുമിച്ച് ചാടിക്കോളാം. അതാണ് നല്ലത്. അത് നല്ല ഐഡിയ. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ചാടാം. അപ്പൊ ഓരോ ആൾക്കാർ ടൈമർ അപ്പൊ തന്നെ സെറ്റ് ചെയ്തോട്ടെ ചിങ്ക സാറേ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. നിങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് ചാടിക്കൂ. ഞാൻ ഇവിടെ നോക്കി നിന്നോളാം. അപ്പൊ ഓക്കെ, 1 2 3. ഗൈസ്, അപ്പൊ ഞാൻ തന്നെ ആദ്യം പോയി ചാടാം. എന്റെ പൊന്ന്, നടുക്കത്തേക്ക് നീന്തിയിട്ട് ചാടി നോക്കാം. ഗൈസ്, എന്ത് രസമാണ് ഇതിന്റെ അടിവശം കാണാൻ വേണ്ടി. ഗൈസ്, നമുക്ക് ആ മൂലയിലേക്ക് മാറിപ്പോ. ഷിൻജാനല്ലേ പറഞ്ഞത് ഇവിടെ ഭയങ്കര ക്ലിയർ ആണെന്ന്. എന്നിട്ട് ഇവിടെ ക്ലിയർ ഒന്നും അല്ലല്ലോ ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, മുങ്ങിച്ചാവത്തില്ല. ഞാൻ ആ മൂലയിലേക്ക് പോയി നിക്കാം. ഇനി പൊക്കത്ത് പൊങ്ങിക്കഴിഞ്ഞാലേ പണി കിട്ടും. പണി. ഞാൻ ഇവിടെ ഒതുങ്ങി അങ്ങ് നിക്കാം. ഇവിടെ ഒളിച്ചു നിക്കാം. അപ്പൊ ഞാൻ പൊങ്ങിന്ന് വിചാരിച്ചോളൂ ഷിൻജാനാണെങ്കിൽ. ചിങ്ക സാറേ, ഇനി ഞാൻ പോയി വിളിക്കാം. ഞാൻ പോയി മുങ്ങാം. ഇവിടെ പോയി വിളിക്കാം. ഇവിടെ പോയി നിക്കാം. എവിടെ പോണം? എങ്ങോട്ട് പോണം ഗൈസ്? ഒരു സ്ഥലവും കാണില്ലല്ലോ. എന്തായാലും കുറെ സമയമുണ്ട്. നമുക്ക് ഈ സ്ഥലം മൊത്തം ചുറ്റിക്കാണാം ഗൈസ്. ഈ സ്ഥലം മൊത്തം നമുക്ക് ചുറ്റിക്കാണാം. നല്ല രസമുണ്ട്. ഇനി ഞാൻ പോകാം. ഇതെന്താ? ഇതെങ്ങനെയാ?
നടന്നു പോകാൻ പറ്റണോ? ഇത് കൊള്ളാലോ. വെള്ളത്തിൽ കൂടി മുങ്ങാതെ നടന്നു പോകാൻ പറ്റണുണ്ടല്ലോ. ഇത് കൊള്ളാം. ഇത് നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ തന്നെ ജയിക്കളി. എന്റെ മാന്ത്രിക പവർ കൊണ്ടാണ് തോന്നുന്നു മുങ്ങാതെ നടന്നു പോകാൻ വേണ്ടി പറ്റി. ഇത് കൊള്ളാം. ഇത് കൊള്ളാം. ഇത് നല്ല രസമുണ്ട്. ഇത് രസമുണ്ട്. ഇവിടെ ഒളിക്കാം ഗൈസ്, ഇവിടെ ഒളിക്കാം. ഡോറിമോൻ നടന്നു വന്നെ കണ്ടപ്പോ ഞാൻ നോക്കിയപ്പോഴാണ് ഗൈസ് കണ്ടത്. ഈ സൈഡിലേക്ക് വന്നാൽ നമുക്ക് നടന്നു പോകാൻ വേണ്ടി പറ്റും. ഈ കല്ലിന്റെ ഇങ്ങോട്ട് ആ ഡോറിമോൻ നടന്നു വന്നെ കണ്ടപ്പോഴാണ് ഞാൻ ആ സൈഡിട്ട് പോയി നോക്കിയത് ഗൈസ്. ഈ സൈഡിൽ നമുക്ക് നടക്കാൻ പറ്റും. ഇത് കൊള്ളാട്ട ഗൈസ്. ഇത് നല്ല രസമുണ്ട്. നമുക്ക് ശ്വാസവും മുട്ടണില്ല. ഇത് കൊള്ളാം. ഇത് കൊള്ളാം. എന്നാ ഇങ്ങോട്ട് ഇച്ചിരി മാറി നിക്കാം ഗൈസ്. ഇങ്ങോട്ട് ഇച്ചിരി മാറി നിക്കാം. ഗൈസ് ഇവിടെയാണെങ്കിൽ അണ്ടർ വാട്ടർ ഹൈ ഡാൻസ് കളിക്കാൻ പറ്റുമല്ലോ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഗൈസ് എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടുന്നു. ഈ ഷിൻജാനൊക്കെ എങ്ങനെയാണ് ഈ വെള്ളത്തിനടി ഇത്രയും നേരം നിക്കണത് ഗൈസ്? ഞാൻ തോൽവി സമ്മതിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. എന്നെ കൊണ്ട് പറ്റണില്ല ഇത്രയും നേരം നിക്കാൻ വേണ്ടി. ചിങ്കസാർ എന്തി? അയ്യോ, ഞാൻ വേറെ എവിടെയാണോ നീന്തി എത്തിയത്? ദേ നിക്കണ ചിങ്കസാറിന്റെ വണ്ടിയൊക്കെ. ഗൈസ് ഞാൻ തോൽവി സമ്മതിച്ച് ഗൈസ്. എന്നെ കൊണ്ട് പറ്റണില്ല ഗൈസ്. ഈ ഷിൻജാൻ എന്ത് അടവെടുത്തിട്ടായിരിക്കും ഗൈസ് ഷിൻജാനും ഡോറിമോനും ഇത്രയും നേരം വെള്ളത്തിൽ നിക്കണത് ഗൈസ്? നിങ്ങൾക്കറിയാവോ ഗൈസ്? നിങ്ങൾക്ക് എന്താ ഐഡിയ എന്നൊന്ന് പറഞ്ഞതാ ഗൈസ്. എനിക്കത് നടക്കാൻ പോലും പറ്റില്ല. അതേ കാല് കുഴഞ്ഞു പോവുക ഗൈസ്. കാല് കണ്ടോ നിങ്ങള്? കാലെന്റെ കുഴഞ്ഞു പോവുക. അയ്യോ, ഇനിയും കൂടി നിന്ന് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോവും. അതേ നമ്മുടെ ചിങ്കസാർ നിന്നിടത്ത് ഇത്രയും വെള്ളം കേറിയ? ഇതെന്താ ഡാമും എല്ലാം തുറന്ന ഇവിടെ? ചിങ്കസാർ നിക്കുമ്പോ വെള്ളം ഇല്ലാഞ്ഞല്ലേ ഇവിടെ? ചിങ്കസാറെ ഡാമും എല്ലാം തുറന്ന ഇത്രയും വെള്ളം കയറിയല്ല ചിങ്കസാറെ? പിന്നെ ഞാൻ തോൽവി സമ്മതിച്ചു ചിങ്കസാറെ. എന്നെ കൊണ്ട് പറ്റണല്ലോ ഇത്രയും നേരം വെള്ളത്തിൽ നിൽക്കാനായിട്ട്. ഡാം തുറന്നല്ലടാ. ഇവിടുത്തെ വെള്ളത്തിന് പ്രത്യേകതയുണ്ട്. കുറെ നേരം കഴിയും വെള്ളം പൊങ്ങും, പിന്നെ വെള്ളം താഴും. ഇപ്പൊ വെള്ളം താന്നല്ലേ ഇരിക്കണത്. നീ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്ക്. അപ്പൊ വെള്ളം പൊങ്ങും. അങ്ങനത്തൊരു സ്ഥലമാണ് ഇത്. വെള്ളം പൊങ്ങും പിന്നെ വെള്ളം താരൂന്ന? ഇതെന്ത് സ്ഥലം ഗൈസ്? ഞാൻ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ സ്ഥലം കാണുന്നത്. ഇപ്പൊ വെള്ളം ഇല്ല, ഇനി വെള്ളം കേറി വരുമോ? അത് കൊള്ളാലോ. അത് കാണണമല്ലോ ഗൈസ്. അത് എന്തായാലും വെയിറ്റ് ചെയ്യാം. പയ്യെ വെള്ളം കേറി വരുമായിരിക്കും. ഗൈസ് ദേ വെള്ളം കേറി വന്നി ഗൈസ്. ദേ വെള്ളം കേറി വന്നി. അത് കൊള്ളാലോ ഗൈസ്. അത് നല്ല രസമുണ്ട്. അപ്പൊ എന്തായാലും ചിങ്കസാറെ പറ്റ ഡോറിമോനും ഷിൻജാനും വന്നിട്ടില്ലല്ലോ. ഇല്ലടാ, ഷിൻജാനും ഡോറിമോനൊക്കെ എന്താണെന്നറിയാൻ പാടില്ല. എവിടെ പോയി ഒളിച്ചെന്നറിയാൻ പാടില്ല. എന്തായാലും കുഴപ്പമില്ല. അവന്മാരെന്തായാലും നല്ല രീതിയിൽ മത്സരിക്കുന്നുണ്ട്. നോക്കിയാടാ വെള്ളം കേറുവനെ കണ്ടാ? ശരിയാണല്ല. ദേ വെള്ളം കേറി വന്നി ഗൈസ്. ദേ വെള്ളം കേറി വന്നി. ഇപ്പൊ ഇതിന്റെ മുട്ടിന്റെ താഴം വരെ വെള്ളം വന്ന്. ഇപ്പൊ വെള്ളം കുറഞ്ഞു. ഇടയ്ക്ക് വെള്ളം കയറും, ഇടയ്ക്ക് വെള്ളം കുറയും. ഒരു മാജിക്കൽ ഡാമാണ് തോന്നുന്നുണ്ട കേസ് ഇത്. എന്തായാലും കൊള്ളാം. അവന്മാരിപ്പോ എന്ത് ചെയ്യുവാണോ എന്തോ. അയ്യോ നടക്കാൻ പറ്റണില്ല. അയ്യോ, ഞാൻ നടന്ന് വേറൊരു സ്ഥലത്തേട്ട് പോയി ഗൈസ്. ഇവിടെ നടക്കാൻ പറ്റണില്ല. ഇവിടെ നീന്താനേ പറ്റണുള്ളൂ. എനിക്ക് നീന്താൻ പറ്റണില്ല ഗൈസ്. എനിക്ക് നീന്താൻ പറ്റണില്ല ഗൈസ്. അയ്യോ ഞാൻ എങ്ങോട്ടോ പോണ്ട്. അയ്യോ എന്റെ കൺട്രോള് പോയി. അയ്യോ ഭയങ്കര ചുരി. അയ്യോ ഗൈസ്, എന്നെ കൊണ്ട് പറ്റില്ല ഗൈസ്. വെള്ളത്തിന് ഭയങ്കര ഒഴുക്ക്. അയ്യോ ഗൈസ് എനിക്ക് പറ്റില്ല. എന്റെ തല എവിടെയോ പോയി ഇടിച്ച്. അയ്യോ ഞാൻ വിട വാങ്ങുന്നു. ഭയങ്കര ഡാമിൽ വെള്ളം തുറന്നിട്ട് തോന്നണ ഗൈസ്. ചിങ്കസാറെ വെള്ളം തുറന്നിട്ട് ചിങ്കസാറെ. ഡാമിലെ വെള്ളം തുറന്നിട്ട് ഭയങ്കര ഒഴുക്ക്. ചിങ്കസാറെ ഞാൻ തോറ്റ ചിങ്കസാറെ. ഞാൻ തോൽവി സമ്മതിച്ച്. ചിങ്കസാറെ. എടാ നീ തോൽവി സമ്മതിച്ചെന്നാ? എടാ അപ്പാര വിന്നറ് ഷിൻജാനാണല്ലോ. എടാ ഷിൻജാനെ മോനെ, എടാ വാടാ ഷിൻജാനെ മോനെ, വാടാ ഷിൻജാനെ മോനെ. എടാ ഷിൻജാനെ കേൾക്കുന്നുണ്ടോടാ പോയെ? എടാ ഇറങ്ങി വാടാ. എടാ നീയാടാ വിന്നറ്, നീയാ. എന്റെ ഐഡിയകളുണ്ട്. ഞാൻ നൈസായിട്ട് നീന്തിട്ട് പറക്കല്ലി വന്നിരുന്നു. ഇപ്പൊ ഞാനാണ് വിജയിച്ചെന്ന് പറയണെന്ന് തോന്നണേ. ഷിൻജാനെ പോടാ മോനെ, വാടാ ഷിൻജാനെ മോനെ വാടാന്ന് ഇപ്പൊ ചിങ്കസാറ് വിളിക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ പറയാ, ഈ വെള്ളത്തിലേക്കങ്ങ് പോകും. പിന്നെ നീന്തി മുങ്ങാങ്കുഴി ഇട്ടിട്ട് അവരുടെ അടുത്തേക്ക് പോയി വീരും. അപ്പൊ ഞാനാണ് ഇത്ര നേരം മുങ്ങി നിന്നേന്നവര് വിചാരിച്ചുള്ളത്. അവരവിടെ നിപ്പുണ്ട്. ആ പാറക്കല്ല് കഴിഞ്ഞിട്ട് മുങ്ങാം. എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? കിട്ടെല്ലാം ബുദ്ധിയല്ലേ?
മണ്ടന്മാര്. ലക്ഷ്യം, എന്റെ ലക്ഷ്യം എന്താണ്? എന്തൊക്കെ പറയണ്ടേ? എന്തോ ഒരു കോട്ടുണ്ടല്ലോ, ഞാൻ മറന്നുപോയി ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ നീന്തിപ്പോട്ടെ. എന്റെ ബുദ്ധിയുണ്ട്, എന്റെ ഐക്യു എങ്ങനെയുണ്ട്? എന്റെ ചേട്ടൻ ഐക്യു ബ്ലൂ ഷിൻചാൻ പറഞ്ഞു തന്നെ ഐഡിയ ഇതൊക്കെ ഇതിലും ഐഡിയ അല്ലേ. ഇപ്പൊ ഞാൻ കാരക്കല്ലിനേരിയെന്ന്, അപ്പൊ എന്റെ ശ്വാസമൊക്കെ കിട്ടി. എനിക്കാണ് ശ്വാസം മുട്ടും വന്നില്ല. ഈ കുറെ നേരം വെള്ളത്തിൽ നിന്നുകൊണ്ട് ഡോറിമോൻ ആണെങ്കിൽ ഫുൾ നേരം വെള്ളത്തിനടി എന്നുകൊണ്ട് അവന്റെ ശ്വാസമൊക്കെ പോയി, അവൻ തോറ്റും പോയി. ഞാനാണ് പാറക്കല്ലിൽ നിന്ന് എന്റെ ഐക്യു പരമായിട്ട് നിന്ന്, അതുകൊണ്ട് ഞാൻ വിജയിച്ചു. ഇതെന്ത് സാധനം? ഓ, പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കിടക്കുന്നു. ഓ, എന്തോ ഭയങ്കര നീറ്റില്ല സ്ഥലം. അയ്യോ, ഞാൻ വേറെ എവിടെയാണ് പൊങ്ങിയത്? ഞാൻ ഇപ്പുറത്ത് വന്നു. ഹലോ ചിങ്ക സാറേ, ഷിൻചാൻ വന്നു. ചിങ്ക സാറേ, ഞാനാണ് വിന്നർ. ഞാൻ വന്നു ചിങ്ക സാർ, ഞാൻ വന്നു. എടാ മോനെ ഷിൻചാനെ, എന്ത് മുങ്ങൽ വിദഗ്ധനാടാ നീ. എടാ പോലീസിൽ പോലും ഇത്ര മുങ്ങൽ വിദഗ്ധൻ. എടാ ഭയങ്കര കഴിവാടാ നിനക്ക് ആ വണ്ടിക്കകത്തിരിക്കണ സ്വർണവും പണവും മുത്തും നിനക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചു. നീ ആ വണ്ടിയായിട്ട് നേരെ വീട്ടിട്ട് വെക്കുക. അല്ലെങ്കിൽ വേണ്ട ചിങ്കമേന്ന് എന്റെ പേരാണല്ലോ നിന്നെ വിളിക്കണത്. ഷിൻചാനെ, നീ ആ വണ്ടി ഉൾപ്പെടെ എടുത്തോ. എന്റെ ഒരു ഗിഫ്റ്റ്. വണ്ടി ഉൾപ്പെടെ എടുത്തോളാനാ? അത് കൊള്ളാലോ. ഫ്രാങ്കിളിനെ, ഒരു മിനിറ്റ്, ഞാൻ ആ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ കേട്ടോ. ഈ വണ്ടി ഉൾപ്പെടെ എനിക്ക് തന്നു. ഈ വണ്ടിയും ഈ പൈസ എല്ലാം എനിക്ക് തന്നു. ഈ വണ്ടി നോക്കി ഗൈസ്. കൊള്ളാല്ലേ? കിടിലം വണ്ടി. കിടിലം വണ്ടി. ഗൈസ്, കൊറേ പൈസ ഉണ്ടല്ലോ ഗൈസ്. ഈ പൈസ വെച്ച് ഞാൻ എന്ത് ചെയ്യും ഗൈസ്? എനിക്ക് ഇപ്പൊ ഒരു ഐഡിയ ഇല്ല ഗൈസ്. നിങ്ങൾ പറ. അല്ലെ ഞാൻ കാര്യം എന്റെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ്, ഞാൻ ഈ പൈസ വെച്ച് കുറെ ആർസിക്കാർ മേടിച്ചതായിട്ടാ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് കാറ് വേണ്ടത്? ആർക്കൊക്കെയാണ് കാറ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പറ ഗൈസ്. നിങ്ങളുടെ പേര് താരയിട്ട് അവർക്കൊക്കെ നമുക്ക് ആർസിക്കാർ മേടിച്ച് തരാം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ബൈ.